ഹൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ മനസ്സിൽ കരുതിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല സോഫ്റ്റിയാണ്. നമ്മുടെ ചേരുവകളെല്ലാം മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാകും. ഇതിന് കറികളൊന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റുമാണ് കണ്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണ് കേട്ടോ, വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 കപ്പ് റവ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. 125 ml കപ്പിൽ 1 കപ്പ്, അങ്ങനെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് റവയും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1/2 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് തൈരും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇതേപോലെ കപ്പിൻ്റെ അളവൊന്നുമില്ലെങ്കിലും 1 ഗ്ലാസ് റവ എടുക്കുമ്പോൾ 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1/2 ഗ്ലാസ് തൈര് ആ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ 1 പച്ചമുളക്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കണ്ടോ. ഇതുകൂടെ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തൈരെടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് കട്ടയാവുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കണം കേട്ടോ. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണിത് ഒന്നും കൂടി അരച്ചെടുത്തത്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ റവയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാനാണ്. അപ്പം നമ്മളൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ 1 കൈപ്പിടിയോളം വരുന്ന മല്ലിയിലയാണ്. മല്ലിയില കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് അപ്പസോഡ, അതായത് നമ്മുടെ സോഡാപ്പൊടി കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഒരു 5 മിനിറ്റ് വെച്ചെങ്കിലും നമ്മുടെ മാവൊന്നും ഒരുപാട് കട്ടയായി വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഉണ്ട്, ഈ ഒരു അളവിൽ തന്നെയാണ് നമ്മൾ അരച്ച് വെച്ചിരുന്നത്. അപ്പം നമ്മുടെ എന്താ പറയുക, റവയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതേപോലൊരു തവ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഈ ഓയിലിന് പകരം വെളിച്ചെണ്ണയും ഉപയോഗിക്കാം കേട്ടോ. നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മാവ് കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ളൊരു ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചാൽ തന്നെ ഇതൊന്ന് പെട്ടെന്ന് അങ്ങോട്ട് കുക്കായി കിട്ടും. കണ്ടോ, ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം, വേണ്ടെങ്കിൽ ഒഴിക്കുകയും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം 2 ഭാഗവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം കേട്ടോ. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഒരല്പം ഓയിലൊന്ന് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് കുറച്ച് തിന്നായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര കട്ടിയിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരുപാട് കനത്തിലല്ല, കുറച്ച് ചെറിയ ഒരു 2 കയ്യിൽ ഒഴിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്.
അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല സോഫ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ പെട്ടെന്നൊക്കെ രാവിലെ നമുക്ക് ഒന്ന് പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ദിവസം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.